ഹലോ മൈ ഡിയർ ചങ്ക്സ്, ഇതാണ് നമ്മുടെ സാക്ഷാൽ വിയറ്റ്നാം. എന്താ ഈ വിയറ്റ്നാമിൻ്റെ സെറ്റപ്പ്? പോകണമെന്നുണ്ടെങ്കിൽ നല്ല ഏഷ്യൻ കൺട്രീസിൽ ട്രിപ്പ് പോകണം ഇതുപോലെ. അതാണ് വേറെ വൈബ്. പിന്നെ നമുക്കൊരു പ്രത്യേക വിലയും, പിന്നെ നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ റിച്ച് വരിക്കും. അതാണ് സംഭവം. പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയാൻ ഇവിടുത്തെ നൈറ്റ് ലൈഫ് കണ്ടില്ലേ? പൊളപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടുക്കാച്ചി കണ്ടില്ലേ? രണ്ട് കിക്സൊക്കെ ഇരിക്കണ കണ്ടില്ലേ? എന്താ സെറ്റപ്പ് എന്നറിയാമോ? നമ്മൾ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ ഇവിടെ ഒഴുകിപ്പോകും. അമ്മാതിരി സെറ്റപ്പ് നൈറ്റ് ലൈഫാണ് കണ്ട. പിന്നെ ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് നമ്മൾ വിയറ്റ്നാം പോലെയുള്ള സ്ഥലങ്ങൾ. കണ്ടില്ലേ? നല്ല മുതലിറച്ചി, പുലിയിറച്ചി, ആനിറച്ചി എന്ന് പറഞ്ഞ നമ്മുടെ ലോകത്തിലുള്ള എല്ലാ തരത്തിലുള്ള ഇറച്ചികൾ കിട്ടും. കണ്ടില്ലേ? മുതലയുടെ തലയൊക്കെ ഇരിക്കുന്ന കണ്ടില്ലേ? എന്താ സെറ്റപ്പ് എന്നറിയാമോ? ഈ ഓരോ ഡിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഓരോ മീറ്റ് വെച്ചുണ്ടാക്കുന്ന ഡിഷുകളാണ്. ഇത് കണ്ടില്ലേ? ഫിഷ് ലവേഴ്സിന് വേണ്ടിയിട്ട് ഒരു സൈഡ് കംപ്ലീറ്റ് ഫിഷാണ്. ഇത് കണ്ടില്ലേ? അവിടെ ജീവനോടെയാണ് വെച്ചേക്കണത്. ഒന്നും പറയാനില്ല. കൈയിട്ട കടിക്കണ കാരണം കൈയൊന്നിട്ടില്ല. ഇത് കണ്ട. പിന്നെ ഷെൽ ഫുഡ്സൊക്കെ എൻജോയ് ചെയ്യുന്നവർക്ക് വേറൊരു സെക്ഷനാണ്. പലതരം ഷെൽ ഫിഷ്, ഒരു രക്ഷയുമില്ല. പിന്നെ ഈ കാണുന്ന പോലെയൊന്നുമല്ല, ടേസ്റ്റും കിടുക്കാച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപാര ടേസ്റ്റാണ്. ഒന്നും തന്നെ പറയാനില്ല. നമ്മൾ വിചാരിക്കും വെറുതെ പുഴുങ്ങിയാണ് തന്നെയെന്ന്. ഒന്നുമില്ല, ഗ്രാൻഡ് ടേസ്റ്റാണ്. ഇത് ഇവന്മാരിങ്ങനെ ജീവനോടെ നമ്മുടെ മുമ്പിൽ അങ്ങനെ ഉണ്ടാക്കിയത് തന്നെയാണ്. എന്താ വേറെ ലെവല് ടേസ്റ്റില്ല. കണ്ടില്ലേ? ഉണ്ടാക്കി വെച്ചേക്കുന്നത് കണ്ടില്ലേ? എല്ലാം ഫ്രഷാണ്. നമ്മുടെ അവിടത്തെ പോലെ മറ്റേ ഐസത്തിട്ടൊന്നും തന്നെയല്ല. ഇതൊക്കെ നല്ല ഫ്രഷ് സാധനങ്ങളാണ്. വാ അരെ വാ. പിന്നെ ഞാനൊന്ന് മുതലിറച്ചി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇതാണ് മുതലിറച്ചി. സംഗതി ഞാൻ ടേസ്റ്റ് ചെയ്തു. ഈ സാധനത്തിന് ഒരു മീനും ഇറച്ചിയും കൂടെ ഉള്ളൊരു ടേസ്റ്റാണ്. അത് ചിലവർക്ക് ഇഷ്ടപ്പെടും, ചിലവർക്ക് ഇഷ്ടപ്പെടില്ല. എനിക്കതായാലും ഒരു ഓക്കെ എന്ന് പറയാം. പക്ഷേ സംഗതി ഗ്രാൻഡ് തന്നെയാണ്. അവൻ്റെ കുക്കിംഗ് സ്റ്റൈൽ അത് പൊളിച്ചു. പിന്നെയുള്ളത് ഓയിസ്റ്റേഴ്സ്. ഇത് ശരിക്കും പച്ചക്കാണ് തരുന്നത്. നമ്മൾ വിചാരിക്കും എങ്ങനെ തിന്നണം, പക്ഷേ വേറെ ലെവല്. ഇത് കണ്ട നമ്മുടെ സ്വന്തം തവളയിറച്ചി. എല്ലാ ഐറ്റംസും നമ്മുടെ ടേബിളിൽ ഇങ്ങനെ നിരയായിട്ടിരിക്കുകയാണ്. ഇത് കണ്ടില്ല? ആ നടുക്ക് കണ്ടില്ലേ? ആ നടുക്ക് വെച്ചിട്ടാണ് മറ്റേ ഫ്രഷായിട്ട് കുക്ക് ചെയ്തത്. വേണമെങ്കിൽ നമുക്ക് കുക്ക് ചെയ്യാം. പിന്നെ ഞങ്ങൾ കുക്ക് ചെയ്താൽ ലെവല് വേറെ സ്റ്റേജായി പോകും. പിന്നെ അത് കാരണം അവരെ കൊണ്ട് തന്നെ കുക്ക് ചെയ്യിപ്പിച്ചു. പിന്നെ നമ്മുടെ തണുത്ത ചില്ല് സോഡ. അപ്പം ഇത് അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.